ഫെഡറിക് നോട്ട്ബോം ധനികനായ ഒരു ബിസിനസ്സുകാരനായിരുന്നു. 1881 ജർമ്മനിയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരങ്ങളിൽ രണ്ടുപേർ മധ്യ അമേരിക്കയിലെ ഒരു രാജ്യമായ ഗ്വാട്ടിമാലയിൽ ബിസിനസ്സുകൾ നടത്തിയിരുന്നു. നോട്ട്ബോം അവരോടൊപ്പം അവിടെ താമസിക്കുകയും വർഷങ്ങളോളം ബിസിനസ് നടത്തിവരികയും ചെയ്തു. നോട്ട്ബോം കേസ്. ലിച്ചൻസ്റ്റൈൻ വേഴ്സസ് ഗ്വാട്ടിമാല. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് 1939 യൂറോപ്പിലേക്കുള്ള തന്റെ സന്ദർശന വേളയിൽ ജർമ്മൻ സംസാരിക്കുന്ന ഒരു യൂറോപ്യൻ രാജ്യമായ ലിച്ചൻസ്റ്റൈൻ പൗരത്വം അദ്ദേഹം നേടി. പിന്നീട് 1940 അദ്ദേഹം ഗ്വാട്ടിമാലയിലേക്ക് മടങ്ങി. 1943 വരെ തന്റെ ബിസിനസ് പ്രവർത്തനങ്ങൾ തുടർന്നു. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഗ്വാട്ടിമാല ലിച്ചൻസ്റ്റൈൻ പൗരത്വം ഉണ്ടായിട്ടും ജർമ്മൻകാരനായി കണക്കാക്കപ്പെട്ടതിനാൽ ഗ്വാട്ടിമാല അദ്ദേഹത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഒരു ഏലിയൻ എനിമിയായി നാടുകടത്തി. അദ്ദേഹം ലിച്ചൻസ്റ്റൈനിലേക്ക് മടങ്ങി. 1951 സ്വന്തം പൗരനോട് മോശമായി പെരുമാറിയത് ഗ്വാട്ടിമാലയുടെ അന്താരാഷ്ട്ര നിയമ ലംഘനമാണെന്ന് ആരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നോട്ട്ബോമിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ലിച്ചൻസ്റ്റൈൻ നിയമ നടപടികൾ ആരംഭിച്ചു. നോട്ട്ബോം ലിച്ചൻസ്റ്റൈൻ പൗരനായതിനാൽ ഗ്വാട്ടിമാലയ്ക്കെതിരെ നോട്ട്ബോമിന് ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷൻ നൽകാൻ കഴിയുമോ എന്നതായിരുന്നു ഈ കേസിലെ പ്രധാന പ്രശ്നം. നോട്ട്ബോമിന്റെ ലിച്ചൻസ്റ്റൈൻ പൗരത്വം യഥാർത്ഥമായി നേടിയതല്ല എന്നും ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷൻ നേടുന്നതിന് മാത്രമാണ് എന്നും ഗ്വാട്ടിമാല വാദമുഖങ്ങൾ ഉയർത്തി. അന്താരാഷ്ട്ര കോടതി ഗ്വാട്ടിമാലയ്ക്ക് അനുകൂലമായി വിധി പ്രസ്താവിച്ചു. നോട്ട്ബോം ലിച്ചൻസ്റ്റൈൻ പൗരത്വം നേടിയത് യഥാർത്ഥമല്ലാത്തതിനാലും നോട്ട്ബോമും ലിച്ചൻസ്റ്റൈൻ രാജ്യവും തമ്മിൽ മതിയായ ബന്ധമില്ലാത്തതിനാലും നോട്ട്ബോമിന് ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷൻ നൽകാൻ ലിച്ചൻസ്റ്റൈൻ രാജ്യത്തിന് കഴിയില്ല എന്നും ICJ നിരീക്ഷിച്ചു. നോട്ട്ബോമിന്റെ ലിച്ചൻസ്റ്റൈൻ നാഷണാലിറ്റി ഗ്വാട്ടിമാല അംഗീകരിക്കേണ്ടതില്ല എന്നും കോടതി ഈ വിധിയിലൂടെ സ്ഥാപിച്ചു. അങ്ങനെ അന്താരാഷ്ട്ര നിയമത്തിൽ യഥാർത്ഥ ബന്ധം ജെനുവിൻ ലിങ്ക് എന്ന തത്വം ICJ ഈ വിധിയിലൂടെ സ്ഥാപിച്ചു. ഒരു പൗരന്റെ നാഷണാലിറ്റി നിർണ്ണയിക്കുമ്പോൾ ഒരു വ്യക്തിയും ആ നാഷണാലിറ്റി നൽകുന്ന രാജ്യവും തമ്മിൽ ഗണ്യമായ ബന്ധം ഉണ്ടായിരിക്കണമെന്ന് ഈ കേസ് അടിവരയിട്ട് പ്രസ്താവിക്കുന്നു. ഡിപ്ലോമാറ്റിക് പ്രൊട്ടക്ഷനായി നാഷണാലിറ്റിയെ പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വ്യക്തിയും രാഷ്ട്രവും തമ്മിൽ ഒരു യഥാർത്ഥ ബന്ധം ഉണ്ടായിരിക്കണം.